പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ ലളിതമായ ചില കാരണങ്ങളുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം മാത്രമല്ല. ഒന്നാമത് എനിക്ക് ലളിത യുക്തി, എൻ്റെ യുക്തി എനിക്ക് ഒരുപക്ഷെ നിങ്ങളെപ്പോലെ അത്ര ബുദ്ധിയൊന്നും എനിക്ക് ഉണ്ടാവണമെന്നില്ല, ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. ഞാൻ ചിന്തിക്കുന്നത് സാധാരണക്കാരനായിട്ടാണ്. നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് 50 നോട്ടെ, ഒരു 100 നോട്ടെ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ അവഗണിക്കും. കാരണം എന്താ വെച്ചാൽ ഇവർ ശല്യം കാണുമ്പോൾ തന്നെ നമ്മൾ വഴിമാറി നടക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു കാലത്ത് നമ്മളോടൊന്നും ആവശ്യപ്പെടാത്ത ഒരാൾ, ഒരു പുഞ്ചിരിയോടെ കടന്നു പോകുന്ന ഒരാൾ എപ്പോഴെങ്കിലും നമ്മളോട് ഒരു 100 രൂപ ചോദിച്ചാൽ ഇവനെന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ചോദിക്കില്ല. നമ്മളിതില്ലെങ്കിൽ നമ്മൾ അടുത്ത ആളിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കും. അതാണ് നമ്മളൊരു പൊതു സ്വഭാവം. അപ്പം തീർച്ചയായും എപ്പോഴും പല ആവശ്യങ്ങളും പറഞ്ഞു കയറുന്ന ദൈവം നിങ്ങളെ വിശ്വാസികളെ മൈൻഡ് ചെയ്യാൻ ഇടയില്ല. എനിക്കൊരു പ്രശ്നം പോലെ വന്നാൽ ഒരുപക്ഷെ ദൈവം എന്നെ ശ്രദ്ധിച്ചേക്കാം. കാരണം ഞാൻ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മകന് A+9 കിട്ടിയത്. പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ 10 കിട്ടുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തന്നെ വിശ്വാസങ്ങൾക്കെതിരാണ്. ചില വിശ്വാസങ്ങൾ മറ്റ് ചില വിശ്വാസങ്ങളാൽ റദ്ദ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. എൻ്റെ മകന് 9 A+ കിട്ടും എന്നുള്ള കാര്യം റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. കാരണം അങ്ങനെയാണ് നമ്മളെ അവസ്ഥ. എന്നാൽ ദൈവത്തിന് ഇത് പണ്ടേ അറിയായിരുന്നു. എപ്പോഴേ അവനെ ഭൂമിയിലേക്ക് വിടുമ്പോഴേ അറിയാം ഇവന് 9 A+. എല്ലാം നേരത്തെ എഴുതി വെച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞു തലകുത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യമോ, വെറുതെ എൻ്റെ വിളിച്ചോട്ടെ ചന്ദ്രത്തിരിയും പോക്കാന്നല്ലാണ്ട് ഇത് മൂപ്പർ നേരത്തെ തീരുമാനിച്ച് വെച്ച കാര്യമല്ലേ. പിന്നെ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഈ 9 10 തരാമെന്ന് വിചാരിച്ചാലോ, അങ്ങനെ വരുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. ദൈവത്തിൻ്റെ സർവജ്ഞാനം തെറ്റിപ്പോവും. നേരത്തെയുള്ള അറിവ് ദൈവത്തിൻ്റെ ഇന്നലെ വരെയുള്ള അറിവ് തെറ്റിപ്പോവില്ലേ 10 തന്നാൽ. അപ്പോൾ ഇതൊക്കെ സ്വയം റദ്ദാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ഇവൻ്റെ ഫ്രണ്ട് എല്ലാ ദിവസവും മടപ്പൊക്കെ പോകുന്ന കക്ഷിയാണ്. അവന് 4 A+ കിട്ടിയിട്ടുള്ളൂ. അത് പോയത് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ ഓരോരുത്തരെ നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഇത് മാത്രമേ നമുക്കുള്ളൂ. ഞാൻ നാട്ടിലും കൂടി ഇപ്പോൾ 1.5 മാസം മരണക്കളി കളിച്ചിട്ടാണ് ഈ പരിപാടി വാർഷിക ഈ കോളത്തിലെത്തി പറ്റിയത്. ഞാൻ 1.5 മാസം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ പരിപാടി എവിടെ എത്തുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോകായിരുന്നു. വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ യുക്തിബോധത്തിൽ പരിഹസിക്കരുത്. സാമാന്യ ബുദ്ധി നമുക്കെല്ലാവർക്കും ഇല്ല, അതിനെ പരിഹസിക്കാൻ പാടില്ല. കാരണം ഒരു ലോജിക്ക് വേണ്ടേ പറയുന്നതിന്. എന്തിനായി പറയുന്നത്? ഞാൻ പറഞ്ഞേക്ക് ഒരു കല്യാണ വീട്ടിൽ സദ്യ വിളമ്പുകയാണ്. ആവശ്യത്തിന് എല്ലാം ഉണ്ട്, സാമ്പാറുണ്ട്, ചോറുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യം വരുന്നവർക്കെല്ലാം കോരി ഇട്ട് കൊടുത്ത് രണ്ടാമത്തെ ഇല കൊണ്ട് ചോറും കറികളും തീർന്നുപോയി. എല്ലാവരും ചോറും കറികളും ബാക്കി വെച്ച് ഈ ബാക്കി വെച്ച മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ആസൂത്രണം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പരാജയപ്പെട്ടതാണ്. ചില സ്ഥലത്ത് വെള്ളപ്പൊക്കം, ആൾക്കാർ മരിക്കുന്നു. ചില സ്ഥലത്ത് വരൾച്ച, ആടെ പട്ടിണി, ആടെ പരച്ച കൊണ്ടും മരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് ആസൂത്രണം ഇല്ലാതെ തന്നെയാണ്. ആസൂത്രണം ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് എല്ലാവർക്കും പന്തിയിൽ കൃത്യമായിട്ട് വിളമ്പിയാൽ പോരെ. ഇങ്ങനെ ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കത്തിൽ ആൾ വരിക്കുക, വേറെ കുറേ ഭാഗത്ത് വരൾച്ച, കുടിവെള്ളം കിട്ടാണ്ട് ആൾ വരിക. ഈ രീതിയിലുള്ള കലാപരിപാടികളാണ് അവിടെ നടന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും കൃത്യമായൊരു ആസൂത്രണമോ ഇതിൻ്റെ പിന്നിലൊരു ശക്തിയോ ഉണ്ട് എന്ന് കരുതാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് വേറെ ചില പറയാനുള്ളത്, നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുപരമ്പരകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ നാരായണ ഗുരുവായാലും ശരി, ബുദ്ധനായാലും ശരി, ഗാന്ധിയായാലും ശരി, ആളുകൾ ചെയ്യുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഗാന്ധി, ബുദ്ധൻ അല്ലെങ്കിൽ നാരായണ ഗുരു ഇവർ സ്വന്തം ജീവിതം കൊണ്ട് എന്ത് പറയാൻ ശ്രമിച്ചോ, അല്ലെങ്കിൽ അവർ സമൂഹത്തിനോട് എന്താണ് പറയാൻ ശ്രമിച്ചെന്നുള്ള കാര്യങ്ങൾ ഒന്നും അറിയാൻ ശ്രമിക്കാതെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുകയാണ് എല്ലാവരും. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഗുരുജനങ്ങളെ എന്താണ് ചെയ്യുന്നത്? അത്ഭുത കഥകൾ പറഞ്ഞ് ഇവരെ മഹത്വവൽക്കരിക്കുകയും ദൈവമാക്കി വെക്കുകയും കണ്ണാടിക്കൂടുകൾക്ക് അകത്ത് പ്രതിഷ്ഠിക്കുകയും പൂജകളും വഴിപാടുകളും കൊണ്ട് അല്ലെങ്കിൽ ഉത്സവങ്ങളും വെടിക്കെട്ടുകളും കൊണ്ട് നമ്മൾ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നു. ആ ഒരു അവസരത്തിലാണ് നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ഭാഗത്ത് പശുവിന് ആധാർ കാർഡ് ഉണ്ടാക്കുന്നുണ്ട്, പശുവിന് ആംബുലൻസ് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല കലാപരിപാടികളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ അങ്ങനെ കാണുന്നെങ്കിലും ഇപ്പോൾ എടുത്തൊരു തീരുമാനത്തിനെ ഞാൻ മാനിക്കുന്നു. കാരണം അവിടെയുള്ള ഇതേപോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആ നാട്ടിലുള്ള മഹത് വ്യക്തികളുടെ പേരിലുള്ള അവധി ദിനങ്ങൾ എടുത്തു കളയുകയും പകരം ആ ദിവസങ്ങളിൽ കുട്ടികൾ ഈ മഹാന്മാരെ പറ്റിയിട്ട് പഠിപ്പിക്കുകയും ചെയ്യുക എന്നൊരു തീരുമാനം അദ്ദേഹത്തിന് എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അയാൾ എടുത്തു എന്നുള്ളതുകൊണ്ട് നമ്മളെ തള്ളേണ്ട കാര്യം ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളാണ്. എന്നാൽ നമ്മളെ കേരളം പോലെയുള്ള വിപ്ലവ വയാടികൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നമ്മൾ സർക്കാരിന് കഴിയുമോ? ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം സാമുദായിക ശക്തികൾ അടക്കി ഭരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ അവിടെ ഉള്ളത്. കുരിശ് കണ്ടാൽ പേടിക്കുന്ന ഒരു ഭരണകൂടം എങ്ങനെയാണ് ഇതുപോലത്തെ നടപടി എടുക്കുന്നത്? കുരിശ് കണ്ട് പേടിച്ചോടിയ ഭരണകൂടമാണ്. അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും. അപ്പോൾ നമ്മൾ എല്ലാത്തിനും പിണറായി ആയാലും ശരി, ആദിത്യനായാലും ശരി, മോദി ആയാലും ശരി, കൃത്യമായ വിശകലനം ചെയ്യാൻ നല്ലത്, ചീത്ത തന്നെയാണ്. അതിലപ്പുറം ഒരു കാര്യം നമ്മൾ ഈ അന്ധമായിട്ട് പിന്തുണക്കേണ്ട കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല.
ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഈ മഹത്തുക്കളായ കാര്യങ്ങളെ മഹാത്മാന്മാരായ ആൾക്കാരുടെ കാര്യം തന്നെയാണ്. ഇവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആശയങ്ങൾ പഠിച്ചെടുക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ മെനക്കേട് പിടിച്ചൊരു പരിപാടിയാണ്. ഇതിനൊന്നും ആരും തയ്യാറാകുന്നില്ല. എൻ്റെ നാട്ടിൽ ചതയ കമ്മിറ്റി ഉണ്ട്, ഗംഭീര കമ്മിറ്റിയാണ്. ചതയത്തിന് പായസം വെക്കും, വാഴപ്പഴം കൊണ്ട് അമ്പലം ഉണ്ടാക്കി ഗംഭീര പാട്ടുകളുണ്ടാവും, നല്ല പാട്ട് സൈഡ് വെച്ചിട്ടുണ്ടാവും. മദ്യം വിഷമാണ് ഇത് ഉണ്ടാക്കല്ലേ, ഇങ്ങേപ്പുറത്ത് ആഫിൻ്റെ ബോട്ടലിൽ കുപ്പി വെച്ചിട്ടുണ്ടാവും. പാട്ട് ഒരു ഭാഗത്ത് പാടും, ഇതിങ്ങെ വെച്ചിട്ടുണ്ടാവും, പായസം നോക്കുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും. എന്നാൽ നാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഈ ആശയങ്ങൾ ഒന്ന് സമൂഹത്തിലേക്ക് വിതരണം ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവരും ഈ ഗുരുനാഥന്മാരെന്ന് കരുതപ്പെടുന്ന സമൂഹം ആദരിക്കുന്ന വ്യക്തികളുടെ വിപണന മൂല്യം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് നേടാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന അഴകിയ രാവണന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ബുദ്ധന്റെ പേരിലാണ് ശരി, ഗാന്ധിന്റെ പേരിലാണ് ശരി, നാരായണ ഗുരുവിന്റെ പേരിലാണ് ശരി, ഇന്ന് ഇവരെയൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. നമ്മൾ തെരുവോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവരെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതിന് വീണ്ടെടുത്തുകൊണ്ട് ഇവരെ അന്ധമായിട്ട് ആരാധിക്കാതെ ഇവർ പറഞ്ഞ വിഷയങ്ങളിൽ ഈ കാലഘട്ടത്തിൻ്റെ നീതിബോധത്തിന് യോജിച്ച എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മൂല്യങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ബാക്കി കാര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നും ചെയ്യാതെ നാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, ഭാഗവതാനന്ദൻ നെൽബാരു, അപ്പോൾ പന്നത്ത് പത്മനാഭൻ അവധി, ആരാണ് മന്മത്നാഭൻ? അതൊന്നും ആർക്കും അറിയില്ല, അതാർക്കും അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആചാര്യന്മാരും നമ്മുടെ ഗുരുപരമ്പരയിൽപ്പെട്ട ആൾക്കാരും ആദരണീയരാണ്. അവരൊന്നും അവസാന വാക്കായിരുന്നില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ അന്ധമായി നമ്മൾ കുടുങ്ങിക്കിടക്കേണ്ടതില്ല. അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുതിയ കാലത്തിൻ്റെ നീതിബോധത്തിന് യോജിച്ച കാര്യങ്ങൾ, എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം.